മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ട് ചെറിയ ഉള്ളി, ഒരു നല്ല ബൗള് നിറച്ച് ഉള്ളി വേണേ. ഇതിനകത്ത് സവോള ഒന്നും ഒട്ടും ചേർക്കരുത് കേട്ടോ. ഇത് ഉള്ളി കൊണ്ട് തന്നെ ഉണ്ടാക്കാവുള്ളൂ, എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളേ. ഈ ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഉള്ളിത്തീയൽ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ. തീയലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐറ്റം കൊണ്ട് നമുക്ക് തീയൽ ഉണ്ടാക്കാം അല്ലേ. പൊട്ടറ്റോ കൊണ്ടുണ്ടാക്കാം, വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കാം, പാവയ്ക്ക, വഴുതനങ്ങ, പടവലങ്ങ എല്ലാം കൊണ്ട് നമുക്ക് തീയൽ ഉണ്ടാക്കാം. തീയൽ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അതുപോലെ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു തീയലാണ് ഇത്, ഉള്ളി കൊണ്ടുള്ള തീയൽ. ഈ ഉള്ളി പൊളിച്ചെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും, അതുകൊണ്ട് എല്ലാവർക്കും ഒരു മടിയായി ഇത് ചെയ്യാൻ. പിന്നെ നല്ല സമയമൊക്കെ ഉള്ളപ്പോൾ തലേന്ന് നമ്മൾ ഉള്ളിയൊക്കെ പൊളിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കണേ. അന്നേരം പിറ്റേന്ന് നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഈ ഉള്ളി എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാവേ. ഈ ഉള്ളിത്തീയലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്ത് ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കണേ. ഒരു 2 പച്ചമുളക്, വലിയ പച്ചമുളകാണ്, നല്ല എരിവുള്ള പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് പുളി, സാമ്പാർ പുളി ഒരു ചെറിയ പീസാണ്, ചെറിയ പീസ് സാമ്പാർ പുളി. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടേക്കണേ, അത് നന്നായിട്ട് കുതിർന്നു വരും. ഈ ഉള്ളി തേങ്ങ വറുക്കുമ്പോൾ അതിനകത്ത് ഇടാനുള്ള ഉള്ളിയാണ്. നമ്മുടെ ആവശ്യത്തിന് തേങ്ങ എടുക്കണേ. തേങ്ങ എടുത്തിട്ട് അതിനകത്തൊരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി അരിഞ്ഞതിടുവേ. പിന്നെ പൊടികളൊക്കെ ഈ തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പം ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് വേണം ഒന്ന് ചൂടാക്കാം. സിമ്മിലേ ഇടാവുള്ളൂ. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അത് സിമ്മിലേ കിടക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അല്ല, ഒരു 1.25 ടേബിൾ സ്പൂണേ. നമ്മൾ മുളക് കുറച്ചല്ല ചേർത്തുള്ളൂ. ഇപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണേ, അതുകൊണ്ട് അധികം എരിവ് വരത്തില്ല. ഇനി ഒരു 1 മിനിറ്റ് ഇത് ഈ സിമ്മി കിടന്ന് ഇങ്ങനെ ഒന്ന് വറുത്ത് കൊടുക്കണേ. ആ ഒരു മുളകിൻ്റെയും മല്ലിപ്പൊടിയുടെയും എല്ലാം ഒരു പച്ച മണം മാറണേ. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് അരച്ചെടുക്കണം. ഈ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂടിൽ ഒരു സൈഡ് മാത്രം അത് കരിഞ്ഞു പോവേ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. തീയലിനൊരു സ്വല്പം വെളിച്ചെണ്ണ കൂടി നിൽക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ തേങ്ങാക്കൊത്തും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണേ. ഈ തേങ്ങാക്കൊത്ത് ഇതിനകത്ത് കിടന്ന് ഒന്ന് ഫ്രൈ ആകണം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. ചുവന്നുള്ളി മാത്രമേ ഇതിൽ ചേർക്കാവുള്ളൂ. ഉള്ളി തീയലിന് എപ്പോഴും ചുവന്നുള്ളിയെ ചേർക്കാവുള്ളൂ. സവോള എളുപ്പത്തിന് വേണ്ടി സവോളയൊന്നും ഇതിനകത്ത് എടുത്ത് അരിഞ്ഞിടരുതേ, അപ്പോൾ ആ ടേസ്റ്റ് അങ്ങ് പോകും. ചുവന്നുള്ളി തന്നെ വേണം ഉള്ളിത്തീയലിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴലണം. ഇതിനകത്ത് കിടന്ന് ഇതിനകത്ത് നമ്മളൊരു സ്വല്പം കുരുമുളക് പൊടി ഈ വഴറ്റുന്ന സമയത്ത് ചേർക്കണേ. സ്വല്പേ ചേർക്കാവുള്ളൂ, ചെറിയൊരു സ്പൂൺ, അതിനകത്തൊരു 1/4 സ്പൂണേ ഇട്ടിട്ടുള്ളേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, ഈ ഉള്ളി പൊളിക്കാൻ കുറച്ച് സമയം എടുക്കും. അത് കാരണം ഉള്ളി തീയൽ വെക്കാൻ എല്ലാവർക്കും ഒരു മടി വരും കേട്ടോ. ഇത് പൊളിച്ചെടുക്കണേ കുറച്ച് നേരം വേണ്ടേ. അത് നമ്മൾ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉള്ളി പൊളിക്കണ്ടേ. ഇവിടെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അത് കാരണം ഇത്ര ഉള്ളിയുടെ ആവശ്യമേ ഉള്ളൂ. തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഉള്ളിത്തീയലിനൊരു സ്വല്പം പെരിഞ്ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ലതാണ്. പൊട്ടറ്റോ തീയൽ വെക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒരു സ്വല്പം കുരുമുളകും ഒരു സ്വല്പം പെരിഞ്ജീരകവും ഒക്കെ അതിനകത്തും ചേർക്കുവേ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമ്മൾ ഈ തീയലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. തേങ്ങയൊക്കെ വറുത്ത് എടുക്കുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും
ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം, എപ്പോഴും നമുക്ക് ഉണ്ടാക്കിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു കറിയാണ് തീയൽ. കാരണം ഒരു പ്രത്യേക രുചിയല്ലേ. തീയലും ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ആണേലും മതി. പപ്പടം, പിന്നെ മീൻ പീര, അതെല്ലാം ഈ തീയൽ എന്നുള്ള കറിയുടെ കൂടെ ചേർന്ന് പോകുന്ന കറികളാണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് നോർമലായിട്ടുള്ള എരിവേ ചേർത്തിട്ടുള്ളേ. ചിലർക്ക് എരിവൊക്കെ ഇച്ചിരി കൂടുതൽ വേണമല്ലോ. അങ്ങനെയുള്ളവർ ഒന്നീ ഒരു 2 പച്ചമുളക് കൂടുതൽ ഇടുക. ഞാനിപ്പോൾ ഇതിനകത്ത് കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്താൽ മതി, കുറച്ചുകൂടി എരിവ് വേണമെന്നുള്ളവർക്ക് കേട്ടോ. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ചിലർക്ക് ഒട്ടും എരിവ് വേണ്ട, ചിലർക്ക് എരിവ് വേണം, ചിലർക്ക് മീഡിയം സൈസ് മതി. തേങ്ങ വറുക്കുമ്പോൾ ഇച്ചിരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്താൽ മതി, അപ്പോൾ കറക്റ്റ് എരിവായിരിക്കുവേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് അരച്ച് പേസ്റ്റ് പോലെ അരച്ച് വെച്ച് അതും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് ഈ അരപ്പും കൂടെ ഒന്ന് വഴറ്റണേ. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് അതും കൂടെ ഒന്ന് വഴന്നു വരണം. അപ്പം തന്നെ നല്ലൊരു മണം. ഉള്ളിത്തീയലിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നല്ലൊരു മണം വരും. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാടങ്ങ് വെള്ളമാകരുത് ഉള്ളിത്തീയൽ, ഒരു കുഴമ്പ് പരുവം എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ ആകാനുള്ളത്. ഞാൻ ഇതുപോലെ മിക്സിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ നമ്മളിത് ചേർത്ത് കൊടുക്കും. അപ്പോൾ ആ മിക്സിക്കകത്തുള്ള ബാക്കിയുള്ള അരപ്പും കൂടെ നമുക്കിതിനകത്തോട്ട് കിട്ടും. ഉള്ളി വേവാൻ അധികം സമയം എടുക്കത്തില്ല. നമ്മളിപ്പോൾ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കുറച്ചും കൂടെ വെള്ളം മതി. പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കാനുണ്ട്, അതിൻ്റെ വെള്ളവും എല്ലാം കൂടെ ആകുമ്പോഴത്തേന്. പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലെടുത്തിട്ടിരുന്നത് കണ്ടോ, അത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെരടി എടുക്കണം, എന്നാലേ ആ പുളി ഇറങ്ങത്തുള്ളൂ. അല്ലാതെ നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ചെയ്താലൊന്നും അത് ശരിയാകത്തില്ലേ. നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് അതും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. പുളി എപ്പോഴും 2 പ്രാവശ്യം അങ്ങനെ ചെയ്തെടുക്കണം, എന്നാലേ അതിൻ്റെ ശരിക്കുള്ള പുളി ഇങ്ങോട്ട് ഇറങ്ങി വരത്തുള്ളൂ. അല്ല ആദ്യത്തെ ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ കറികൾക്കൊക്കെ കിട്ടും. ഇപ്പം ചമ്മന്തിയൊക്കെ അരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും. കറക്റ്റ് വെള്ളമാണ്. ഇനി ഇതിനകത്ത് കിടന്നൊന്ന് വെന്ത് വറ്റി വരുമ്പം നല്ലപോലെ തിക്ക് ഗ്രേവി ആയിട്ട് മാറും ഇത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ലേ, ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടാതെ എപ്പോഴും നോക്കണം. വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ഇടാവുന്നേ ഉള്ളൂ. പക്ഷെ ഉപ്പ് കൂടിപ്പോയാൽ കറിയുടെ ടേസ്റ്റ് എല്ലാം പോകും. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാവേ. ഒരു 5-6 മിനിറ്റ് മതി. അന്നേരത്തേന് ഇത് നന്നായിട്ട് കുക്കായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉള്ളിത്തീയലാകും. നമ്മളിപ്പോൾ ഈ തീയൽ വെച്ചിട്ട് ഒരു 7-8 മിനിറ്റായേ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ഉള്ളിത്തീയൽ. എന്ന മണം എന്നറിയാം ഇതിന്. ഈ ഉള്ളിത്തീയലിന് ഒരു പ്രത്യേക മണമാണ്. കറക്റ്റ് കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ഒരു തീയലാണ് ഇത് കേട്ടോ. അല്ലാതെ ഒരുപാട് ഗ്രേവി ഉണ്ടാകത്തില്ല ഇതിന്. ഇതുപോലെ വേണം വെക്കാൻ. ഒരുപാട് ഗ്രേവി ആയാൽ ഒഴിച്ചു കൂട്ടുന്ന ഒരു കറിയല്ല ഇത്. ആ സൈഡിൽ കുറച്ച് ഒരു സൈഡ് ഡിഷ് പോലെ വെച്ച് വല്ല പുളിശ്ശേരിയോ അല്ലെ മോര് കാച്ചിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഒഴിച്ചു കറിയൊക്കെ കൂട്ടി കഴിക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഉള്ളിത്തീയലാണ്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് ആ ഒരു മണം ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഊണ് കഴിക്കാൻ തോന്നും പെട്ടെന്ന്. ഇത് വെറുതെ പറയുന്നതല്ല, സത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ നന്നായിട്ട് പോകും. പക്ഷെ ചോറിന് ഇത് ഒഴിച്ചു കൂട്ടാനെന്നുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കരുത്. ഇതൊരു സൈഡ് ഡിഷ് പോലെ. കാരണം ഇത് ഇച്ചിരി കുറുകിയിരിക്കേണ്ട ഒരു കറിയാണ്. സാധാരണ തീയൽ പോലെ കുറച്ച് ഗ്രേവി കൂട്ടിയല്ല, വെള്ളം കുറച്ച് വെച്ചിട്ട് അങ്ങനെ കഴിക്കേണ്ടതാണ്. ഭയങ്കര ടേസ്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പുളിശ്ശേരി, മോര് കാച്ചിയത്, ഏതെങ്കിലും ടൈപ്പ് ഒഴിച്ചുകറി. ഇപ്പം തക്കാളിയുടെ ഒഴിച്ചുകറിയുണ്ട്, ചെമ്മീനും തക്കാളിയും ഇട്ട് ഒഴിച്ചുകറിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എൻ്റെ ചാനലിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. തക്കാളിയും ചെമ്മീനും കൊണ്ടുള്ള ഒഴിച്ചുകറിയൊക്കെ കേട്ടോ. അതൊക്കെ ഇതിൻ്റെ കൂടെ ഭയങ്കര നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.